ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതാണ് MDS. അപ്പോൾ MDSന്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിൽ MDS എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഈ ഒരു അവസരം മിസ്സാക്കാതെ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ജൂൺ 26-ാം തീയതിയാണ്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24 ജൂലൈ ആണ്. അപ്പം ലാസ്റ്റ് ഡേറ്റിംഗ് എത്താറായി. അപ്പം ഇനിയും അപ്ലൈ ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ച് സൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പം ഈ ഒരു അവസരം ആരും മിസ്സാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ്, അതായത് ലാസ്റ്റ് ഫീ പേയ്മെന്റ് ഉള്ളവർക്ക് ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25 ജൂലൈ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഫീ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതുകൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഫീ പേയ്മെന്റ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 25 ആണ്. അതേപോലെ ഇതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 20 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ 24-ാം തീയതി വരെയാണ്. അപ്പം SSC എക്സാംസിന്റെ ഒരു പ്രത്യേകതയാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അതിന്റെ എക്സാം ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഇതിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ആ കുറച്ച് ദിവസങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒറ്റ CBT എക്സാം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് MDS എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2 സെക്ഷൻസ് ആയിട്ടാണ് ഈ എക്സാം വരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ മാത്സും റീസണിങ്ങും ആണ് സബ്ജക്ട്സ് വരുന്നത്. മാത്സിന്റെ 20 ക്വസ്റ്റ്യൻസ്, റീസണിങ്ങിന്റെ 20 ക്വസ്റ്റ്യൻസ്, ഓരോന്നിനും 60 മാർക്കാണ്. മാത്സിന് 60 മാർക്ക്, അതേപോലെ റീസണിങ്ങിന് 60 മാർക്ക്. ടോട്ടൽ 45 മിനിറ്റ്സിന്റെ സെക്ഷനാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ 120 മാർക്കിന്റെ സെഷനാണ് ഫസ്റ്റ് സെഷൻ. സെക്കൻഡ് സെഷനിൽ വരുന്നത് ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ്. ഓരോന്നിനും 75 മാർക്ക് വീതമാണ് വരുന്നത്. ഇംഗ്ലീഷിന് 75 മാർക്ക്, അതേപോലെ ജനറൽ അവയർനെസ്സിന് 75 മാർക്ക്. അതും ടോട്ടൽ 45 മിനിറ്റ്സ് ആണ്. ടോട്ടൽ 150 മാർക്കിന്റെ എക്സാം ആണ് സെഷൻ 2-ൽ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് SSC എക്സാംസിന്റെ എല്ലാം പ്രത്യേകത സെയിം ടോപ്പിക്കുകളാണ്. ഇപ്പൊ CGL-നായാലും CHSL-നായാലും MDS-നായാലും ടോപ്പിക്കുകളൊക്കെ സെയിം ആണ്. മറ്റ് എക്സാമുകൾക്ക് 2 CBT എക്സാമുകളുണ്ട്. പക്ഷേ MDS-നെ സംബന്ധിച്ച് ഒറ്റ CBT എക്സാം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് റാങ്ക് ലിസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മിസ്സാക്കാതെ 10th ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും തന്നെ ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇതിന് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഇതിന്റെ ഏജ് റിലാക്സേഷനും അതേപോലെ ഏജ് ലിമിറ്റും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് SSCയുടെ ഓൺലൈൻ വെബ്സൈറ്റിലാണ്. അതേപോലെ മൈ SSC മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂവും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ SSC എക്സാമുകൾക്കും അതേപോലെ RRB എക്സാമുകൾക്കും ഓഫ്ലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. നമ്മുടെ അടൂരാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇപ്പൊ SSCയുടെ ഇപ്പൊ നടക്കാൻ പോകുന്ന CGL ആയാലും CHSL ആയാലും MDS ആയാലും അങ്ങനെ SSCയുടെ എല്ലാ എക്സാംസുകൾക്കും വേണ്ട കോച്ചിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനായിട്ട് കംപ്ലീറ്റ് സിലബസ് കവറേജ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലാബ് ഫെസിലിറ്റി ഉണ്ട്, ലൈബ്രറി ഉണ്ട്. നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ ഈ ഓഫ്ലൈൻ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.